നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. റഷ്യ ഇറാനുമേൽ പരിപൂർണമായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സഹായവും നൽകിക്കൊണ്ട് അവരുടെ മേൽ അത്രയേറെ വിശ്വാസ്യതയോടെ മുന്നോട്ട് പോകുമ്പോൾ അതിന് ലഭിക്കുന്ന പിന്തുണ, ഇറാൻ തിരിച്ചു നൽകുന്ന പിന്തുണ, റഷ്യ ഇറാൻ്റെ ഡ്രോണുകൾ പലതും വാങ്ങി ഉക്രൈനെതിരെയുള്ള പോരാട്ടത്തിൽ നിലയുറപ്പിച്ചപ്പോൾ അന്ന് പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനി പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതിയ കരാറുകളിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു. റഷ്യ വളരെ വൈകി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ സംരക്ഷണം ഒരുക്കുമ്പോഴും പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങളിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, വൈകിപ്പോയി. എന്നാൽ ഇനി ഒട്ടും വൈകരുത്. കാരണം ഇനി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ലോക ജനതയെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നേരിട്ട് അതൊക്കെ അവരുടെ ജീവിതം, ദൈനംദിന ജീവിതങ്ങളെ ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് ഈ യുദ്ധം കൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ സാധാരണക്കാരൻ്റെ അടുക്കളയിൽ വരെ ഗ്യാസിൻ്റെ ക്ഷാമം അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ തരത്തിലും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇന്ധനത്തിൻ്റെ വില ക്രമാതീതമായി കൂടുമ്പോൾ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള സാമ്പത്തിക അരാജകത്വത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുകയാണ്. ഡോളറിന് ബദലായുള്ള സംവിധാനം ഇറക്കണമെന്ന് ബ്രിക്സ് രാജ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചൈന പറയാൻ തുടങ്ങിയാണ്. ചൈനയ്ക്കെതിരെ അമേരിക്ക വർഷങ്ങളായി നടത്തുന്ന വ്യാപാര യുദ്ധത്തിന് മറുപടി കൊടുക്കാൻ ഇത് പറ്റിയ സമയമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ചൈനയുടെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം പല കോണുകളിൽ നിന്നും വരാൻ ഒരുങ്ങുന്നത്. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ക്ഷമത എത്രത്തോളം വലുതാണ് എന്നുള്ളതും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷയം ഉണ്ടാകുമ്പോൾ അവർ തിരിച്ചടിക്കുന്നത് എങ്ങനെയാണെന്നും ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. UN പലപ്പോഴും ഇറാനെതിരെ മനസാക്ഷിയില്ലാതെ പെരുമാറുകയും ഇറാനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ UN സംബന്ധിച്ചിടത്തോളം ഇറാനെ അനുനയിപ്പിക്കാൻ പെടാപ്പാടുപെടുകയാണ്. കാരണം ഈ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ അമേരിക്കൻ ഡോളറിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി ഞങ്ങളെ കൂടി, ഞങ്ങളുടെ ജീവിത നിലവാരത്തെ കൂടി കുഴപ്പത്തിലാക്കുന്നു, ഞങ്ങളെ വെറുതെ വിടണം എന്നുള്ള അഭ്യർത്ഥനയുമായി വരുന്നു. ഇനി ഒരിക്കലും ഗൾഫ് മേഖലയിൽ അമേരിക്ക പുതിയ സൈനിക താവളങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ ശക്തമായ താക്കീതിൻ്റെ സ്വരത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത്.